ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ട്രക്ക് ഡ്രൈവർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടന്നിട്ട് വീഡിയോ ചെയ്യാമെന്നായിരുന്നു ഉദ്ദേശം, പക്ഷേ കാറ്റ് ഭയങ്കര കാറ്റാണ്. അത് കാരണം കൊണ്ട് ഞാനിവിടെ സൈഡായിട്ട് വെച്ചു. മോർണിംഗ് വാക്കിന് ഇറങ്ങിയേക്കാണ്. ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് 1 വീക്ക് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള റീസൺ അത്രയും എന്താ പറയുക, സെൻസിറ്റീവായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. നിങ്ങളുടെ മുമ്പിലോട്ട് ഒരു ജോബ് ഓഫർ റിവീൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ യൂട്യൂബർ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ചെറുതായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് ആദ്യമേ ഞാൻ പറഞ്ഞ് തുടങ്ങാണ്. പിന്നെ ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്, ആവശ്യക്കാർ മാത്രം കാണാം. അത്രയും ഡീറ്റെയിൽ ചെയ്തിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള റീസൺ ആദ്യം അത് പറഞ്ഞ് തുടങ്ങാം, എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. നമുക്ക് മെയിൻലി വാട്സപ്പിലാണെങ്കിലും മെസ്സഞ്ചറിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിലാണെങ്കിലും വരുന്ന ഒരുപാട് കമൻറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോളുകളാണെങ്കിലും വരുന്നത്, ബ്രോ ഒരു വേക്കൻസി ഇപ്പോഴും യൂറോപ്പിലോട്ട് എങ്ങനെ കയറി വരാം, ഏതെങ്കിലും ഒരു വേക്കൻസി അറേഞ്ച് ചെയ്ത് തരാമോ, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്പനീനെ ഗൈഡ് ചെയ്ത് തരാമോ, അല്ലെങ്കിൽ ഒരു ജെന്യുവിനായിട്ടുള്ളൊരു ഏജൻസീനെ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു എന്നല്ല, അതാണ് റിയാലിറ്റി. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അപ്രോച്ച് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എത്ര തന്നെ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിലും നമ്മളുടെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കും. ആ ഒരു റിസ്ക് എടുക്കാനായിട്ടുള്ള പ്രാപ്തി ഇന്ന് എനിക്കില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ, ഈ പറയുന്ന എൻ്റെ അടുത്ത് വന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി എനിക്ക് ഗൈഡ് ചെയ്ത് തരാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് വിശ്വസിച്ച ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും എന്നുള്ള ഒരു ജെന്യുവിനിറ്റി എനിക്ക് ഫീൽ ചെയ്ത കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ 100% വിശ്വസിക്കണം എന്നുള്ളത് ഞാൻ ആരുടെ അടുത്തും പറയുന്നില്ല കേട്ടോ. നിങ്ങളാണ് ഇവിടെ വന്ന് വർക്ക് ചെയ്യേണ്ട ആൾക്കാർ. അപ്പോൾ നിങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് ജെന്യുവിനിറ്റി ഒന്നും കൂടി ഡബിൾ ക്രോസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ തുടങ്ങുകയാണ് ഇത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇത് പോളണ്ടിലോട്ട് ഒരു ട്രെയിലർ 2 പോളണ്ട് കമ്പനിയിലോട്ടുള്ള വേക്കൻസി ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നാട്ടിൽ നിന്നിട്ട് ഒരു ഏജൻസി ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ഡൗട്ട് ഉണ്ടാവും. ഏജൻസി, എന്തുകൊണ്ട് ഏജൻസീനെ ഞാൻ ഹയർ ചെയ്യുന്നു, അതുപോലെ തന്നെ ആദ്യം പോളണ്ടിലത്തെ ഡൗട്ട് വരുന്നു എന്ന് തോന്നുന്ന കാര്യം കൊണ്ട് ഞാൻ പറയുകയാണ്. പോളണ്ടിലോട്ട് ഇപ്പോൾ നാട്ടിൽ നിന്നിട്ട് വിസ അടിക്കുന്നുണ്ട്, കയറി വരുന്നുണ്ട്. പോളണ്ടിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യം കൂടിയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ആവുള്ളൂ. പോളണ്ടിൽ ഇവിടെ യൂറോപ്പിൽ വരുന്ന ഏതൊരു ഡ്രൈവർമാരുടെ ആണെങ്കിലും ഒരു അത്താണിയായിരുന്നു. അതായത് എന്തെങ്കിലും ഒരു ട്രാപ്പിൽ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ ഓടിക്കയറാൻ പറ്റാവുന്നൊരു സേഫ് രാജ്യമായിരുന്നു പോളണ്ട്. ഈ ജൂൺ 1-ാം തീയതി വരെ. ഇപ്പോൾ അവിടുത്തെ റൂൾ ചേഞ്ച് ആവുക മീൻസ് നമുക്ക് പോളണ്ടിലോട്ട് ഹോം കൺട്രിന്ന്, അതായത് ഇപ്പോൾ നമ്മുടെ ഹോം കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്, അതുപോലെയുള്ള ഹോം കൺട്രീസിൽ നിന്നിട്ട് അവർക്ക് ഡയറക്റ്റ് പിക്ക് ചെയ്യാം. ഇനി പോളണ്ടിലോട്ട് ഇവിടെ നിന്ന്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോളണ്ടിലോട്ട് പോയാലൊന്നും അവിടെ ചെന്ന് സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ പോളണ്ടിൽ നാട്ടിൽ റണ്ണിങ് ആയി എന്നുള്ളത് ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പലരുടെ അടുത്ത്, ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന, അതായത് ഇപ്പോൾ ഈ ഏജൻസി ഹയർ ചെയ്യുന്ന കമ്പനിയിലോട്ട് വിളിച്ച് അന്വേഷിച്ചപ്പോൾ നാട്ടിൽ നിന്നിട്ട് അവർ ആൾക്കാരെ എടുക്കുന്നുണ്ട്. ഇന്ത്യ, ഫിലിപ്പീൻസ്, പിന്നെ നേപ്പാൾ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് അവർ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജെന്യുവിനിറ്റി ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് ഏജൻസി എന്ന് പറയുന്ന ആ ഏജൻസീനെ ഞാൻ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് തയ്യാറായി, അതിനുള്ള റീസൺ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിൻ്റെ കാര്യം തന്നെ. ആ ഏജൻസി ത്രൂ ഔട്ടായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ആ ഏജൻസി ത്രൂ ആയിട്ടാണ് അവരാണ് എന്നെ ഗൈഡ് ചെയ്തിട്ട് ഇന്ന് ഞാൻ നിൽക്കുന്ന
ലാറ്റ്വിയയിലുള്ള ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നിട്ടുള്ളത് ഫസ്റ്റ് കാര്യം. പിന്നെയുള്ളത് ആ ഏജൻസിയുടെ റിവ്യൂ ഒന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയധികം ഡ്രൈവേഴ്സിനെ അവർ പോളണ്ടിലോട്ടും യൂറോപ്പിലെ പല ഷെൻഗൺ കൺട്രീസിലോട്ടും അവർ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഏജൻസിയാണ്. ആ ഏജൻസി വേറെ ആരുമല്ല, യൂറോ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള കൊച്ചിയിലുള്ള ഏജൻസിയാണ്. അത് ആലുവ പറവൂക്കവലേക്കാണ് അവരുടെ ഓഫീസ് ഉള്ളത്. നിങ്ങൾ നേരിട്ടോ, അവരുടെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം, നേരിട്ടോ ഫോൺ ചെയ്തോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള ആ കമ്പനിക്ക് വേണ്ട റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങളിലേക്ക് ഞാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ട്രെയിലറിൽ വേണമെന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത്, ഹെവി റിക്വയർമെൻ്റ് ആണ്, ഹെവി ലൈസൻസ് ഹോൾഡർ ആവണം എന്നാണ് പറഞ്ഞത്. അവരല്ല, ഏജൻസി ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോവാം. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഹെവി ഡ്രൈവർ എന്ന് യൂറോപ്പിലോട്ട് ഉദ്ദേശിക്കുന്നത് ട്രെയിലർ ഡ്രൈവറാണ്. ഇവിടെ ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്, നമ്മുടെ നാട്ടിലത്തെ പോലത്തെ 6 വീൽ ഓടിക്കുന്ന ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. പക്ഷേ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്, നേറ്റീവ് ലാംഗ്വേജ് നമ്മൾ സംസാരിക്കണം. B1 സംസാരിച്ചാൽ നമുക്കിവിടെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല. അപ്പോൾ മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും ട്രെയിലറിൽ വേണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ് നിങ്ങൾക്ക്. ഒരുപാട് ഡ്രൈവേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്ത കാരണം കൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു തെറ്റിദ്ധാരണ പാടില്ല എന്നുള്ളൊരു ക്രിസ്റ്റൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ മിനിമം 3 ഇയർ എക്സ്പീരിയൻസ്. പിന്നെ ഇവർക്ക് 2009 മുമ്പോ 2009 ശേഷമോ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ആകെ കൂടിയുള്ള ഒരു ക്രോസ് ലൈൻ വയ്ക്കുന്നത് മിനിമം 3 ഇയർ എക്സ്പീരിയൻസ്. അത് ബിഫോർ 2009 ആവാം, ആഫ്റ്റർ 2009 ആവാം. ആഫ്റ്റർ 2009 ആയി കഴിഞ്ഞാൽ കുറച്ച് ഡിലേ വരും നമ്മൾ വർക്കിന് കയറാനായിട്ട്. അപ്പോൾ അതിലേക്ക് കിടക്കണേക്കാൾ മുമ്പ് അതിൻ്റെ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓരോന്ന് ഡീറ്റെയിൽ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം. പിന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സാലറി സ്കീം എന്ന് പറയുന്നത് 8,000 സ്ലോട്ടി ടു 10,000 സ്ലോട്ടിയാണ്. ഇവൻ ഞാൻ ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ 10,000 സ്ലോട്ടിന് മുകളിൽ, എബവ് 2,000 യൂറോന് മുകളിൽ ബിഗിനേഴ്സിന് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ, അല്ലാതെ പൈസ മേടിക്കുന്നതിനുള്ള വർക്കുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറയാണ്. ബേസിക് ലാംഗ്വേജ് സ്കില്ല് നമുക്ക് കമ്പൽസറി ആയിട്ട് വേണം, മസ്റ്റായിട്ട് വേണം. നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബോധ്യം വേണം. അപ്പോൾ സാലറി ഞാൻ പറഞ്ഞു. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നൊരു ടാസ്ക് ഉണ്ട്. ഏജ് ലിമിറ്റ് 25 to 55 ആണ് അവർ പറയുന്നത്. ഏജൻസി നമ്മളുടെ അടുത്ത് പറഞ്ഞത് നല്ല പ്രൊഫൈലുള്ളൊരു വ്യക്തിയാണെങ്കിൽ, നല്ല പ്രൊഫൈൽ മീൻസ് നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ്, GCC എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ലാംഗ്വേജിനെ സംബന്ധിച്ചിട്ട് ഫിസിക്കലി ഏബിൾ ആവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഫിസിക്കലി മെൻ്റലി അതായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ എബവ് മീൻസ് 55-ന് എബവ് ആണെങ്കിലും 60 വരെ ആണെങ്കിലും അവർ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. ഞാൻ ഒരിക്കലും 55-ന് എബവ് ഞാൻ പറയില്ല, 55 വരെയാണെന്ന് ഞാൻ പറയുള്ളൂ. 25 to 55. പിന്നെ പറയുന്നത് അവരുടെ സർവീസ് ചാർജും കാര്യങ്ങളാണ്. 3 lakh ആണ് അവർ പറയുന്ന സർവീസ് ചാർജ്. അത് നമുക്ക് VFS അതിനകത്ത് പെടില്ല, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് പെടില്ല. ഇവിടെ വന്നിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, കോഡ് 95, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും അതിനകത്ത് പെടില്ല. 3 lakh എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ, അതായത് ഞാൻ ഒരുപാട് ഏജൻസിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് പുതിയതായിട്ട് വരുന്ന കാൻഡിഡേറ്റ്സായിട്ട്, യൂറോപ്പിലോട്ട് വരുന്ന ഡ്രൈവേഴ്സായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 3 lakh എന്ന് പറയുന്നത് വളരെ ചീപ്പ് എമൗണ്ട് വലുതാണ്. പക്ഷേ ഈ പറയുന്ന ഒരു സർവീസ് ചാർജിൽ നമ്മൾ ഈ പറയുന്ന വിസ കിട്ടുക എന്ന് പറഞ്ഞത് കുറച്ചൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. വർക്കിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഈ പറയുന്ന 2009 ബിഫോർ 2009 ആഫ്റ്റർ 2009 ആ പറയുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വരുമ്പോൾ മെൻ്റലി പ്രിപ്പയർ ആവണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിനെ പോയിൻ്റ് ഔട്ട് ചെയ്യണമെന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എബവ് 2009 ആണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് വർക്കിന് കയറാനായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അവർക്ക്.
കാരണം അവർക്ക് കോഡ് 95ൻ്റെ ക്ലാസ്സും കാര്യങ്ങളും കഴിഞ്ഞാൽ കോഡ് 95 കിട്ടി നമുക്ക് ഇന്ത്യൻ ID വെച്ച് വണ്ടി ഓടിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആഫ്റ്റർ 2009 ആണെങ്കിൽ നമ്മൾ കോഡ് 95ൻ്റെ എക്സാം പാസ്സാവണം. അതിൻ്റേതായ രീതി അത് പഴയ വീഡിയോസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതിൻ്റെ ഡീറ്റെയിലിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്, പഴയ വീഡിയോസിൽ അതിനകത്തുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ആവണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഡ്യൂറേഷൻ നമ്മളാണ് മേക്ക് ചെയ്യണം. നമ്മൾ കമ്പനി തരുന്ന ടാസ്ക് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പം തന്നെ നമുക്ക് ജോലിക്ക് കയറാം. അതിന് ക്ലാരിറ്റി ആയെന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ളത് നമുക്ക് VFSൻ്റെ പ്രോബ്ലം വരും. പോളണ്ട് ആവുമ്പോൾ VFSൻ്റെ പ്രശ്നം വരുന്നത് ഇപ്പോഴും ലക്കി ഡ്രോയിലാണ് കിട്ടുന്നത്. ഈ ലക്കി ഡ്രോയിൽ കിട്ടുന്നതിൽ പുതിയ വർക്ക് പെർമിറ്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഇമീഡിയറ്റ് ആയിട്ട് നമുക്കത് കിട്ടുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. ഈവൻ നമ്മൾ ബ്ലാക്കിന് ഇപ്പോൾ അവിടെ പറയുന്നുണ്ട് 1 lakh, 1,25,000, 1,50,000, 75,000 ഇങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈവൻ ബ്ലാക്കിന് എടുത്താൽ പോലും നിങ്ങൾക്ക് ഈ പറയുന്ന സർവീസ് ചാർജിൽ എത്രയും പെട്ടെന്ന് ഇവിടെ കയറി വരാനായിട്ട് പറ്റും. കുറച്ച് എക്സ്പെൻസ് ഹൈ ആവുന്നേ ഉള്ളൂ. മാക്സിമം എത്രയും പെട്ടെന്ന് ഇവിടെ എത്താമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം കുറച്ച് ക്രൂഷ്യലാവാൻ പോവുകയാണ്. അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് യൂട്ടിലൈസ് ചെയ്ത് നമ്മളിവിടെ എത്താനായിട്ടുള്ള കാര്യം നോക്കിക്കൊള്ളണം. കാരണം സ്പെഷ്യലി കേരള ഇന്ത്യൻ ലൈസൻസിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഇവിടെ വരാനായിട്ട്. അത് നിങ്ങൾക്ക് പിന്നെ ഞാൻ ഓരോ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് വരും മനസ്സിലാവും. എല്ലാം കൂടി ഒരുമിച്ച് തള്ളി കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാവും. മനസ്സിലാവും. അപ്പോൾ സാലറി പാക്കേജ് 8,000 to 10,000, ഏജ് ലിമിറ്റ് 25 to 55, അത്യാവശ്യം വേണ്ട ലാംഗ്വേജ് സ്കില്ല്, അവനവൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ള ലാംഗ്വേജ് സ്കില്ല്. പിന്നെ ഈ പറയുന്ന സർവീസ് ചാർജ് ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ നോട്ട് ചെയ്ത് കൊണ്ട് തന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ പറയട്ടെ. 3 കൊല്ലത്തെ എക്സ്പീരിയൻസ്, പിന്നെ VFS, ടിക്കറ്റ്, ഓൺ എക്സ്പെൻസ് ആണ് നമ്മൾ തന്നെയാണ്. ഈ സർവീസ് ചാർജിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് അല്ല. അതുപോലെ തന്നെ കോഡ് 95 ഇവിടുത്തെ ടാസ്കുകൾ ഒരു ആവറേജ് ഫിഗർ എന്ന് പറയാനായിട്ട് പറ്റൂല. നമ്മളത് മാക്സിമം ചിലപ്പോൾ ഒരു 5 lakhന് കുറയ്ക്കാൻ പറ്റും, ചിലപ്പോൾ അത് 4 lakhന് കുറയ്ക്കാൻ പറ്റും. VFSും ടിക്കറ്റും മാറ്റി നിർത്തിയിട്ടുള്ള കാര്യമാട്ടോ ഞാൻ പറയുന്നത്. ചിലപ്പോൾ അതൊരു 6.5 വരെ എത്താനും പറ്റും. അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവരുടെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിലിങ് കൊടുക്കുന്നുണ്ട്. അതായത് യൂറോ ഡ്രീംസിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നല്ലതിന് വേണ്ടിയിട്ട് ആരും വിശ്വസിക്കരുത്. ഈവൻ ഞാനിത് പറഞ്ഞത് ഞാൻ 1 വീക്ക് ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് എത്തിച്ചെന്നതെങ്കിൽ പോലും നിങ്ങളും ക്രോസ് ചെക്ക് ചെയ്യണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഞാൻ നിങ്ങൾക്ക് തരുകയാണ്. എന്നിട്ട് നിങ്ങളതിൽ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. ഒരു ചതിക്കുഴിയിലും ചെന്ന് പെടരുത്. മാക്സിമം അവനവൻ്റെ കോൺഫിഡൻറ്റിനെ വെച്ചിട്ടുള്ള പണികൾ ചെയ്യുക. ഞാനിത് പറയാൻ വേറെ ഒന്നുമല്ല, കാരണം ഒരുപാട് പേര് ഇപ്പോൾ ഈ ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാർ ഓടി ചെന്നിട്ട് അവിടെ അപ്ലൈ ചെയ്യും. അവരിവിടെ വന്നു കഴിഞ്ഞ് പെട്ട് കഴിഞ്ഞിട്ട് മല്ലു ട്രക്ക് ഡ്രൈവർ വന്നു കഴിഞ്ഞിട്ട് പെട്ടിട്ടാണ് വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യമേ ഞാൻ പറയുകയാണ്. പിന്നെ ഇവിടെ വന്നു ഇൻ കേസ് വന്ന് പെട്ട് കഴിഞ്ഞാൽ പോലും പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പെട്ടെന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറാൻ പറ്റും. ഇവൻ നിങ്ങൾക്ക് ആ വർക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് അവിടെ ഒരു സേഫ് സോൺ അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേറൊരു ജോബ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതും കൂടിയിട്ട് ഞാൻ പറയുകയാണ്. എന്നിരുന്നാലും പക്കാ ട്രെയിലർ ഡ്രൈവർമാരായിരിക്കണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ അപ്രോച്ച് ചെയ്യാനെന്നുള്ളത് എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റാണ്. ഇത്ര പറയാനായിട്ട് വീഡിയോ എടുക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല കാര്യം, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഇതേപോലെ എൻക്വയറി ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ അടുത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. എന്തായാലും stay safe, see you soon. Okay, bye bye.